ഉണ്ടല്ലോ. ഇപ്പൊ ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയറാ? വരുന്നില്ല? ഹായ്, സൗണ്ട് കേൾക്കുന്നുണ്ടോ? എന്റെ സൗണ്ട് കേൾക്കാണ്ടോ? Can you hear me? സൗണ്ട് വരുന്നില്ല. നിന്റെ സൗണ്ട് പറഞ്ഞു നോക്ക്. വൈഷ്ണവ്, ഞാൻ പറഞ്ഞ കേൾക്കണ്ടേ? അജയ്, can you hear me? Yes, ഉണ്ട്. Okay, thank you. So 3:45 is our scheduled time. 3:45. Okay, നമ്മളെ കൂടെ കരിയർ ഗൈഡൻസ് ടീം ഉണ്ട്. അവരുടെ ഒരു മിനിമം ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ഉടൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ KVPY ആൻഡ് JEE ലെവൽ. ഹായ് ബിൻസി ബിജു, ഹായ് അഖില, ഹായ് അജയ് ആൻഡ് ഹായ് വൈഷ്ണവ്. Yeah, thank you. Sure. ഇപ്പോ അജയ് റയോപ്റ്റിക്സിന്റെ ഏകദേശം പകുതിയോളെത്തി, മാഗ്നറ്റിസം പകുതിയോളെത്തി. ആ രണ്ട് ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും ഓൾട്ടർനേറ്റിംഗ് കറണ്ടും അതന്നെയാണ് പിന്നത്തെ നമ്മളുടെ ടോപ്പിക് +2. ഓക്കെ, സ്വാഭാവികമായിട്ടും അത് ഉടൻ പ്രതീക്ഷിക്കാം. റയോപ്റ്റിക്സും മാഗ്നറ്റിസം കഴിഞ്ഞ ഉടൻ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് രണ്ടും സിമ്പിൾ ചാപ്റ്ററുകളാണ്. JEEക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരണ ചാപ്റ്ററുകളാണ്. നമുക്ക് ഈസി ആയിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റണ ചാപ്റ്ററുകളാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും ഓൾട്ടർനേറ്റിംഗ് കറണ്ടും. ഓക്കെ, ലബീബ ഹായ്. യാ ഹായ്. നമ്മുടെ ഉദ്ദേശം ഇങ്ങനെ രഞ്ജിത്തിനെ പരിചയപ്പെടുത്താം. കൂടാതെ നമ്മുടെ ഈ ഗ്രാവിറ്റേഷൻ ഈ ടോപ്പിക്കാണ് എടുക്കുന്നത്. ആറിൽ
ഹായ് റൊമാന, ഗായത്രി. 10th ടോപ്പിക് തന്നെയല്ലേ? എന്തായാലും പറയാ, നമ്മളുടെ +2 ടോപ്പിക് വരുന്ന മെജോറിറ്റി ഇപ്പോൾ ഓംസ് ലോ, റെസിസ്റ്റൻസ് ഇൻ സീരീസ്, റെസിസ്റ്റൻസ് ഇൻ പാരലൽ, ഇതൊക്കെ 10th ക്വസ്റ്റ്യൻ ആണ്. 10th ലെവൽ തന്നെയാണ്. കുറച്ച് കുറവ് മതി എന്ന് മാത്രം. അതിന് ഇത് ഓപ്പൺ ചെയ്യാം. മക്കളെ ഒരു മിനിറ്റ്, ഫാൻ ഓഫ് ചെയ്യും. ഹായ്, ഓക്കെ. ഗിരിധർ, അൻഹിമ തിരിച്ചു വന്നു. നേരത്തെ ഗ്ലെയർ അടിക്കുന്ന പോലെ എൻ്റെ മാനേജർ പറഞ്ഞു, അതുകൊണ്ട് ഒന്ന് മാറ്റിയതാണ്. ഓക്കെ, സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദി കരിയർ ഗൈഡൻസ് ടീം. നിങ്ങളെല്ലാവരും ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണെന്ന് അറിയാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കട്ടെ. ഈ ആഴ്ചയിലാണ് നമ്മൾ KVPY ഗ്രൂപ്പ് തുടങ്ങിയിട്ട് 2-3 ആഴ്ചയായിരിക്കും. ഈ ആഴ്ചയിലാണ് ഫുൾ സിംഗിൽ നമുക്ക് പ്രോഗ്രാം കാണാനായിട്ട്. മക്കളെ ഒരു മിനിറ്റ്. ഗുഡ് ഈവനിങ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. നിങ്ങൾക്കറിയാം, KVPY എന്ന് പറയുന്ന പരീക്ഷ അത് അത്ര എളുപ്പമുള്ള ഒരു പരീക്ഷയല്ല. പ്രത്യേകിച്ചും ഫിസിക്സ് വിഷയത്തിലെ ചോദ്യങ്ങൾ. മക്കളെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, കരിയർ ഗൈഡൻസ് സെല്ലും ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിന്റെ ഉദ്ഘാടനം വാട്സപ്പിലാണ് നടക്കുന്നത്. ഞാൻ അതിലൊന്ന് നിങ്ങളുടെ സമ്മതത്തോടു കൂടി കയറാണ്. താങ്ക് യു സർ ആൻഡ് ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് യൂട്യൂബ് ലൈവ് സെഷൻ ആണ്, ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ. അപ്പോൾ ഈ ലിങ്കിലൂടെ ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ RJ's ഫിസിക്സ് ക്ലാസ്സസ് എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് താങ്ക് യു വൺസ് അഗെയിൻ യൂനു സർ. യെസ്, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഉടൻ സ്റ്റാർട്ട് ചെയ്യാം. വിത്തിൻ 2 minutes. അവിടെ 2 ഗ്രൂപ്പുകൾ ഉണ്ട്. അവിടെ മലപ്പുറം ജില്ലേന്റെ കരിയർ സെല്ലില് വളരെ മിടുക്ക കുട്ടികളുടെ 2 ഗ്രൂപ്പാണ്. ആ 2 ഗ്രൂപ്പിൽ ഒന്നില് നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തു, ഇതിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തു.
രണ്ടാമത്തെ ടീമിലും കൂടി ലിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സ്റ്റാർട്ട്. ഹലോ യൂണിസ് സാർ, മിലിറ്ററി നഴ്സിംഗിന്റെ ഗ്രൂപ്പിലും കൂടെ സാറ് പറഞ്ഞാൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഒറ്റ മിനിറ്റ്. Yeah, from KVPY group. Nandana, hi. Okay, sir. Okay, I start it on. Okay. So, dear students, നമ്മൾ യൂട്യൂബ് ലൈവ് വഴിയാണ് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഈ ലിങ്ക് വഴി ആ ക്ലാസ്സിലേക്ക് കയറാം, അല്ലെങ്കിൽ RJS ഫിസിക്സ് ക്ലാസ്സസ് എന്നുള്ള യൂട്യൂബ് ചാനൽ വഴി. സോ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ആ ചാപ്റ്ററിന്റെ പകുതി പാർട്ടിന്റെ ഇക്വേഷൻസ് ആണ്. ആ ചാപ്റ്ററിന്റെ പകുതി പാർട്ടിന്റെ ഇക്വേഷൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. എന്റെ ഉദ്ദേശം എന്താന്ന് ആദ്യമേ പറയാം. ആ ചാപ്റ്ററിന്റെ പകുതി ഭാഗം ഇന്നത്തെ ക്ലാസ്സിൽ ഹായ് എവരിവൺ. ഓക്കെ, ചാപ്റ്ററിന്റെ പകുതി പാർട്ട് ഇന്നത്തെ ടോപ്പിക്കിൽ അല്ലെ ഇന്നത്തെ ക്ലാസ്സിലും അടുത്ത ഹാഫ് നെക്സ്റ്റ് ഇതേപോലത്തെ ഒരു ക്ലാസ്സിലും നമുക്ക് പ്രസന്റ് ചെയ്യാം. ഓക്കെ, സോ ഹായ് എവരിവൺ. ഓക്കെ, അതിന് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ പകുതി പാർട്ടാണ് എന്ത് ചെയ്തത് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. അതിന്റെ എല്ലാ ഇക്വേഷൻസും. സാർ എന്ത് പണിയാ കാണിച്ചേ? ഇത്രയും ഇക്വേഷൻസ് എഴുതിയാൽ ഞങ്ങൾ എങ്ങനെയാണ് ഇതൊന്നിച്ച് ഇത്രയും സമയം കൊണ്ട് എഴുതിയെടുക്കുക എന്നൊരു ചിന്ത ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും. ഇത് എഴുതിയെടുക്കണ്ട. മൊബൈലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ടേക്ക് സ്ക്രീൻഷോട്ട്. ഒറ്റ പ്രസ്സിങ് സംഭവം തീരില്ലേ? ഇത്രയും ഇക്വേഷൻസ് നിങ്ങളെ മുന്നിൽ ഉണ്ടാവുമല്ലോ. ഇനി ലാപ്ടോപ്പിലാണ് ഒരാൾ ഇത് കാണുന്നതെങ്കിൽ ചെയ്യും. വെയിറ്റ്. ഓക്കെ, ലാപ്ടോപ്പിലാണ് നമ്മൾ ഇത് കാണുന്നതെങ്കിൽ സ്നിപ്പിംഗ് ടൂൾ നമുക്കറിയാം. ഓക്കെ, അതിന്റെ അടുത്ത അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഈ വീഡിയോന്റെ റെക്കോർഡഡ് വേർഷൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും കിട്ടും. ഈ ക്ലാസ്സിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഗുഡ് ആഫ്റ്റർനൂൺ ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം RJS ഫിസിക്സ് ക്ലാസ്സസ് എന്നുള്ള ചാനലിൽ. അപ്പോ ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല, 100% ഉറപ്പായില്ലേ? ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻസ് എഴുതിയെടുക്കണം. എന്റെ ലക്ഷ്യം വളരെ സിമ്പിൾ ആണ്. ഇതില് ചെയ്യാൻ പോണത് ആദ്യം ഇതിന്റെ തിയറി പാർട്ട് ഓടിച്ച് പറഞ്ഞു പോകും. നമ്മള് +2 പഠിക്കണോ, +1 എന്ന് ഓൾറെഡി ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ കേട്ടു. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷൻ നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതിലെ തിയറി പാർട്ട് വളരെ പതുക്കെ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് സ്പീഡിൽ എന്ത് ചെയ്യാം ഒന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ടാണ് ഇക്വേഷൻസ് ബോർഡിൽ എഴുതിയിട്ടത്. പിന്നെ നമ്മൾ ഇതിൽ വന്ന JEEന്റെയും അതേമാതിരി KVPYന്റെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ പാർട്ടിൽ വന്ന ക്വസ്റ്റ്യൻസ് ചെയ്യും. അടുത്ത പാർട്ട് ഇതേപോലെ ഇക്വേഷൻസും ക്വസ്റ്റ്യൻസും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും അടുത്ത ദിവസം വീണ്ടും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ഹായ് എവരിവൺ. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാലോ. ഓക്കെ, യു ക്യാൻ ടേക്ക് സ്ക്രീൻഷോട്ട്. ഇതിന്റെ ഫുൾ ഇക്വേഷൻസും നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ടിൽ കിട്ടും. ഓക്കെ, ബുദ്ധിമുട്ടില്ല. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു യൂട്യൂബിലെ ഈ ചാനൽ RJS ഫിസിക്സ് ക്ലാസ്സസ് എന്നുള്ള ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ വീണ്ടും കിട്ടും. അപ്പൊ നമുക്കത് വീണ്ടും കാണാം. ഓക്കെ, അതിൽ വീണ്ടും എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. ഗ്രാവിറ്റേഷൻ. ആദ്യത്തെ ഇക്വേഷൻ F is equal to Gm1m2 by r². Newton's law of gravitation. Force between two masses is directly proportional to product of their masses and inversely proportional to square of distance between them. ഇതായിരുന്നു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ.
force between two masses is that product of their masses and inversely proportional to square of distance between them. Hi. Okay. ഈ ഇക്വേഷൻ എഴുതുമ്പോൾ തന്നെ നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ന്യൂട്ടൺ ഈ ലോ പറഞ്ഞത് പോയിന്റ് മാസുകൾക്കാണ്. ന്യൂട്ടൺ ഈ ലോ പറഞ്ഞത് പോയിന്റ് മാസുകൾക്കാണ്. അപ്പോ ഒരു അസിമെട്രിക് ഷേപ്പ് ആയിട്ടുള്ള ഒരു വസ്തു, വേറെ ഇതേപോലെ അസിമെട്രിക് ഷേപ്പ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ട്, ഇവര് ഫോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുക ഒന്നാമത്തെ മാസിന്റെ സെന്റർ ടു രണ്ടാമത്തെ മാസിന്റെ സെന്റർ, ഇതാണ് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഒന്നാമത്തെ മാസിന്റെ സെന്റർ മുതൽ രണ്ടാമത്തെ മാസിന്റെ സെന്റർ വരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ മാസ് എങ്ങനെയാണ് നിൽക്കണമെങ്കിലും സെന്റർ ഓഫ് മാസ് ടു സെന്റർ ഓഫ് മാസ്, ദാറ്റ് ഈസ് എ റിക്വയർഡ് ഡിസ്റ്റൻസ്. F is equal to Gm1 m2 by r square. G എന്താ നമുക്കറിയാം, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അങ്ങനെ വിളിക്കാനുള്ള കാരണം നമുക്കറിയാം, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മീഡിയം ഇൻ വിച്ച് മാസസ് ആർ പ്ലേസ്ഡ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മീഡിയം ഇൻ വിച്ച് മാസസ് ആർ പ്ലേസ്ഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മീഡിയം ഇൻ വിച്ച് മാസസ് ആർ പ്ലേസ്ഡ്. മുന്നൊരു എൻട്രൻസിന് കണ്ട ക്വസ്റ്റ്യൻ, രണ്ട് മാസുകൾ ആർ ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട്, അവരുടെ ഇടയിലെ ഫോഴ്സ് എഫ് ആണ്. ഹാഫ് ഓഫ് ദി മീഡിയം is filled with, half of the distance is filled with a medium having relative density 2.43. But find the new force. Question clear ആയില്ലേ? രണ്ട് മാസ് d ഡിസ്റ്റൻസിൽ വെച്ചു. Half of the medium is filled with a half of the distance is filled with a medium having relative density 2.43. Find the new force. Gravitational constant is called universal gravitational constant since it is independent of the medium in which masses are placed. സ്വാഭാവികമായിട്ടും പകുതിയോ കാഭാഗോ മുക്കാഭാഗോ എത്ര വേണമെങ്കിലും എന്ത് ചെയ്തോളൂ, ഇംപ്രൂവ്മെന്റും ഇതിൽ ഉൾപ്പെടും കൂട്ടാക്കാണ് ഞാൻ പറയണേ. ഓക്കെ, സോ രണ്ട് ചാർജുകൾക്കിടയിൽ എത്ര ഡിസ്റ്റൻസിൽ മീഡിയം വെച്ചാലും എന്തില്ല, അതിൽ ഫോഴ്സിന് വ്യത്യാസമൊന്നും വരില്ല. സോ ഫോഴ്സ് ബിക്കം എഫ്, നോ പ്രോബ്ലം. ഓക്കെ, ഇനി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മീഡിയം ഇൻ വിച്ച് മാസസ് ആർ പ്ലേസ്ഡ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് independent of the medium in which masses are placed, and it is the weakest force. Gravitational force ആണ് ലോകത്തിലെ ഏറ്റവും weakest force. Weakest force in nature is gravitational force. Okay, acceleration due to gravity, അതെങ്ങനെ കിട്ടുക നമുക്കറിയാം. ഇത് ഭൂമി, ഈ ഭൂമിയുടെ ഇവിടെ ഒരു മാസ് കൊണ്ടുവച്ചു, ഇവര് രണ്ടാളും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് GMEM ഡിവൈഡഡ് ബൈ r സ്ക്വയർ ഈക്വൽ ടു mg. m കട്ട് ചെയ്ത് പോകും, അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക GME ഡിവൈഡഡ് ബൈ r പ്ലസ് h ഹോൾ സ്ക്വയർ ആണ്. അല്ലെ, h നെ നെഗ്ലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും GME ബൈ r സ്ക്വയർ. g ന്റെ വാല്യൂ നമുക്കറിയാം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓർ 32 ഫുട്ട് പെർ സെക്കൻഡ് സ്ക്വയർ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അത്. ഓക്കെ, എത്ര ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ചോദിച്ചാൽ 32 ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ. അതിന്റെ കൺവേർഷൻ നമുക്കറിയാം, സെന്റിമീറ്റർ, മീറ്റർ ആൻഡ് ഫീറ്റ്. ഇതിന്റെ കൺവേർഷൻ അറിയാം, പക്ഷെ എക്സാം ഹാളിൽ നിന്ന് ചിലപ്പോ ആ കൺവേർഷൻ വർക്ക് ചെയ്യില്ല. കാരണം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഇത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അത് അവിടുന്ന് അങ്ങോട്ടും തിരിച്ചും മറിച്ചും കൊണ്ടുപോകാൻ പറ്റില്ല. അതിനേക്കാൾ സിമ്പിൾ ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഓക്കെ, ഇനി ഡെൻസിറ്റി ഈസ് 3g by 4 pi rg. എർത്തിന്റെ ഡെൻസിറ്റി കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് 3g by 4 pi rg. ഓക്കെ, ഈ ഇക്വേഷൻ എങ്ങനെ വന്നു നമുക്കറിയാം, മാസ് ബൈ വോളിയം. അതിലെ മാസ് ബൈ വോളിയം കാണുമ്പോൾ me. ഓക്കെ, സോ മാസ് ഡിവൈഡഡ് ബൈ 4/3 pi r cube. ഈ 3 മുകളിലേക്ക് പോവും. Then me by r square എന്താ വരാന്ന് ചോദിച്ചാൽ me by r square is g by g.
ME by R square ന് പകരം ഇവിടെ G കൊടുക്കും, ഇവിടെയും G കൊടുക്കും. So 3G by 4 pi Rg is density. 3G by 4 pi Rg. അതിന്റെ ഉദ്ദേശം സിമ്പിൾ ആണ്. ഇതിന്ന് G എന്നുള്ളതിന് പുതിയ ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ 4 pi Rg rho divided by 3. G equal to 4 pi Rg rho divided by 3. Okay. So 32 feet per second square. അതാണ് ഇക്വേഷൻ. നമ്മൾ ജസ്റ്റ് തുടങ്ങിയെന്ന് മാത്രം. 32 feet per second square. ഓക്കെ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 3G by 4 pi Rg. അതിന് G എന്നുള്ള ആൻസർ കിട്ടും 4 pi Rg rho divided by 3. ക്ലിയർ ആണല്ലോ? ഓക്കെ. Mass of Earth is 6 into 10 raised to 24 kilogram. വളരെ സിമ്പിൾ ആണ് ലോജിക്ക്. Gന്റെ വാല്യൂ നമുക്കറിയാം 6.67 into 10 raised to minus 11. Gന്റെ വാല്യൂ അറിയാം 9.8 or 10. Earthന്റെ റേഡിയസ് 6400 kilometers or 6.4 into 10 raised to 6 meter. Okay. ഇത്ര അറിയുമെങ്കിൽ മാസ് കിട്ടും, വോളിയം കിട്ടും, ഡെൻസിറ്റി കിട്ടും. വളരെ സിമ്പിൾ ആണ്. ഓക്കെ. സോ റേഡിയസ് അറിയാം, ക്യാപിറ്റൽ G അറിയാം, സ്മോൾ g അറിയാം. ഓക്കെ. G അറിയാം, റേഡിയസ് അറിയാം. അറിയാത്തതായിട്ട് ഒരേ ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ. ഇറ്റ് ഈസ് മാസ് ഓഫ് എർത്ത്. ഓക്കെ. മാസ് ഓഫ് എർത്ത് കിട്ടും 6 into 10 raised to 24 kilogram. വോളിയം ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ 10 raised to 21 meter cube. Okay, then density, mass by volume, we will get the answer 6 into 10 cube kilogram per meter cube. അതാണ് ഡെൻസിറ്റിന്റെ ഇക്വേഷൻ. ഓക്കെ. സോ നമുക്ക് ഇത്രയും ഭാഗം റിമൂവ് ചെയ്യാം. എന്റെ ഉദ്ദേശം വളരെ സിമ്പിൾ ആണ്. ഇനിയുള്ള കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പേസ് വേണം. സോ വി ആർ റിമൂവിംഗ് ദിസ് പാർട്ട്. ഓക്കെ. ഇനി വേരിയേഷൻ ഓഫ് G. Variation of G നമുക്കറിയാം. Equatorial radius and this is polar radius. G is GME by R square. 100% ഉറപ്പാണ്. ഏത് റേഡിയസ് ആണോ കുറവ് അതിന്റെ മാസ് ഓഫ് എർത്ത് 6 into 10 raised to 24 kilogram. വളരെ സിമ്പിൾ ആണ്. ഇതിലെ ക്യാപിറ്റൽ G നമുക്കറിയാം, സ്മോൾ g അറിയാം. റേഡിയസ് ഓഫ് എർത്ത് ഈസ് 6.4 into 10 raised to 6 meter. ഇത്രയും വാല്യൂ കൊടുത്താൽ മാസ് കിട്ടില്ലേ? ആ മാസ് കിട്ടാം 6 into 10 raised to 24 kilogram. ഓക്കെ. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? 6 into 10 raised to 24 kilogram വരും. ഓക്കെ. ഇനി ഈ റേഡിയസ് കുറവാണ്. RP less than RE. So automatically ഇത് വരും GP greater than GE. Gravity at poles is greater than gravity at equator. Okay. അത് എത്രയാണ് കുറവ് വരിക എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. GP എന്ന് പറഞ്ഞാൽ GE പ്ലസ് 0.018 meter per second square. GP എന്ന് പറയുന്നത് ഹൈ. ഓക്കെ. GP എന്ന് പറയുന്നത് G പ്ലസ് 0.018 meter per second square. ഇക്വേറ്ററിനേക്കാൾ പോളിൽ വരുന്ന വ്യത്യാസം വെറും 0.018 ആണ്. ഓക്കെ. ഇക്വേറ്ററിനേക്കാൾ പോളിൽ വരുന്ന Gന്റെ വേരിയേഷൻ 0.018 മാത്രമാണ്. ഇത്രയും ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇക്വേറ്ററും പോളും തമ്മിൽ. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് വേരിയേഷൻ ഓഫ് G ഡ്യൂ ടു ഷേപ്പ്. Gravity at poles is greater than gravity at equator. So we can remove this one. Okay. ഇനി അടുത്തത് വേരിയേഷൻ ഓഫ് G due to height. G dash equal to or G dash by G. ഇത് ആണെങ്കിൽ ഇതുവരെ R. ഇവിടുന്ന് ഇങ്ങോട്ട് H. So G എന്ന് പറയുമ്പോൾ GME divided by R square. G dash എന്ന് പറഞ്ഞാൽ GME divided by R plus H whole square. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ you will get the answer G dash by G equal to R square by R plus H whole square. G dash by G equal to R square divided by R plus H whole square. ഇതാണ് G dash by G ന്റെ ഇക്വേഷൻ. ലോജിക്കൽ അല്ലേ? ഓക്കെ. ഇനി
G dash equal to G into 1 minus 2h by R. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് G dash equal to G into 1 minus 2h by R. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഏത് ചെറിയ ഹൈറ്റ് ആണെങ്കിലും ഏത് വലിയ ഹൈറ്റ് ആണെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഏകദേശം 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എഴുതിയാൽ തെറ്റാൻ തുടങ്ങും. ഏറ്റവും സിമ്പിൾ വേർഷൻ 3200 കിലോമീറ്റർ ഹൈറ്റില് ജി എത്രയെന്ന് ആലോചിച്ചാൽ മതി. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ജി അറ്റ് എ ഹൈറ്റ് 3200 കിലോമീറ്റേഴ്സ്? ഇത് പ്രകാരം 0 എന്നാണ് കിട്ടുക. ഓക്കെ, ഇത് പ്രകാരം 4g/9 എന്നാണ് കിട്ടുക. ആൻഡ് ദിസ് ദ കറക്റ്റ് ആൻസർ. സോ 3200 കിലോമീറ്റർ ഹൈറ്റിൽ എത്രയാണ് ജി എന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ കുടുംബം ഉറപ്പാ തെറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതന്നെ യൂസ് ചെയ്യണം. അപ് ടു 1000 കിലോമീറ്റർ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. ഒരു കണക്കൊന്നുമില്ല, ഏകദേശം പറഞ്ഞാണ് സംഖ്യ മാറാൻ തുടങ്ങും. ഓക്കെ, ഇനി പെർസെന്റേജ് ചേഞ്ച്, ദാറ്റ് ഈസ് 2h/r into 100%. 2h/r into 100% ആണ് പെർസെന്റേജ് ചേഞ്ച് ഇൻ ജി. ഓക്കെ, ഇനി അതെങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം എന്നുള്ളതാണ്. അതെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം? നമ്മൾ ഇപ്പോ എഴുതി വെക്കേണ്ട ഇക്വേഷൻസ്, ഒന്ന് G dash equal to GR square by R plus H whole square, or G dash equal to G into 1 minus 2h by R. Okay, ഇതിൽ പറഞ്ഞത് percentage change in G is 2h by R. വളരെ സിമ്പിൾ ആണ്. 400 കിലോമീറ്റർ ഹൈറ്റില് what should be percentage change in G? Find the percentage change in G at a height 400 kilometer from the surface. 400 kilometer height എത്ര percentage change ഉണ്ടാവും? Very simple. 2 into 400 divided by 6400s. ഇത് രണ്ടും വെട്ടോ. Okay, so 8/64, 1/8. 1/8 means 0.125. പെർസെന്റേജ് മാറ്റുമ്പോൾ 12.5%. സോ ഒരു ഹൈറ്റ് തന്നിട്ട്, ഓക്കെ, അതിന്റെ കൂടെ തന്നെ പോണ്ട് കേട്ടോ, ഇംപ്രൂവ്മെന്റിന്റെ കൂടി കാര്യങ്ങൾ ഞാൻ പോണേ. അതിൽ ഡെറിവേഷൻസ് മാത്രമാണ് ഒഴിവുണ്ടാവുക. അത് എന്റെ ചാനലിൽ കയറിയാൽ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, എന്താണ് പറയുക, ഓരോ ടോപ്പിക്കിന്റെയും ഡെറിവേഷൻസ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അതിൽ കാണാം. സോ പെർസെന്റേജ് ചേഞ്ച് ഇൻ ജി ഈസ് 12.5%. ഓക്കെ, ഇതാണ് പെർസെന്റേജ് ചേഞ്ച് വരിക. പറഞ്ഞിട്ടില്ലേ? അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് ജി ഡാഷ് ബിക്കം g/3, or find the height at which g dash become g/2. ഇത് കണ്ടുപിടിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ജനറൽ ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്. g dash equal to g/n ആണെങ്കിൽ h equal to √n minus 1 into r. This is the required equation. g dash equal to g/n ആണെങ്കിൽ h എന്ന് പറയുന്നത് √n minus 1 into r. നേരത്തെ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അതാണ്. ഇപ്പോ എൻട്രൻസ് മതി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, രണ്ടും നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാം. കാരണം എൻട്രൻസ് എന്നോ പബ്ലിക് എക്സാം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. തിയറിയാണ് രണ്ടിലും. ബേസിക് തിയറി അറിയണ കുട്ടി എന്ത് ചെയ്യും? പബ്ലിക് എക്സാം ഇല്ല, കുഴപ്പമില്ലാണ്ടപ്പോ ആ തിയറി ഒന്നും കൂടി നന്നായിട്ട് അറിയണ കുട്ടി എൻട്രൻസ് ക്വാളിഫൈ ചെയ്യും. രണ്ടും ബേസിക് തിയറി അല്ലേ. എൻട്രൻസ് ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ന്യൂട്ടൺ സെക്കൻഡ് ലോന്റെ ഇക്വേഷൻ ചോദിച്ചാൽ F=mn അല്ലേ. എൻട്രൻസിന് m²a, സ്റ്റേറ്റിന് ma, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒക്കെ ഒന്ന് തന്നെയാണ്. ഓക്കെ, ഫാസ്റ്റ് സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ പോകാൻ നടത്തും. ഇനി ഇതിലിപ്പോ ഒരു ഡെറിവേഷൻ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവാതിരുന്നത്. ഞാൻ പക്ഷെ രണ്ട് ഇക്വേഷൻസും എഴുതിയിരുന്നു. ജി ഡാഷിന്റെ ഇക്വേഷൻ, ജിന്റെ ഇക്വേഷൻ. അത് ഡിവൈഡ് ചെയ്യൽ മാത്രമാണ് നിങ്ങൾക്ക് തന്ന ജോലി. ആ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ തിയറി പാർട്ടായി. വേരിയേഷൻ ഓഫ് ജിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതേണ്ടത് എന്തോ അത് തന്നെയാണ്. ആ ഒരു ഡിവിഷൻ ഞാൻ നടത്തിയില്ല എന്ന് മാത്രം. ഓക്കെ, ഇനി അപ്പൊ ഈ ഇക്വേഷൻ നോക്കുക. ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് ജി dash become g/n എന്ന് ചോദിച്ചാൽ ആൻസർ വരിക √n minus 1 into r. അപ്പൊ തന്നെ ഒരു വിഷയം വരും, ഇത് എങ്ങനെ വന്നെന്നുള്ളത്. വെരി സിമ്പിൾ. ഈ ഇക്വേഷനില് ഇവിടെ g/n കൊടുക്കാം. ഇതിന് g/n ആക്കി കഴിഞ്ഞാൽ g കട്ട് ചെയ്ത് പോകും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുക r plus h whole square equal to nr square.
റൂട്ട് എടുക്കുമ്പോൾ r പ്ലസ് h ഈക്വൽ ടു റൂട്ട് n ഇൻറ്റു r. ദെൻ h കിട്ടണമെങ്കിൽ r നെയും കൂടി അപ്പുറത്തേക്ക്. ഓക്കെ, ഹിയർ r റേഡിയസ് ഓഫ് എർത്ത് തന്നെയല്ലേ സർ? നോ ഡൗട്ട്, r ഈസ് റേഡിയസ് ഓഫ് എർത്ത്. ഓക്കെ, കാരണം നമ്മൾ ഇക്വേഷൻ എങ്ങനെയല്ലേ? gr സ്ക്വയർ ഡിവൈഡ് ബൈ r പ്ലസ് h ഹോൾ സ്ക്വയർ. അതിലെ r എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്ത് തന്നെയാണ്? റേഡിയസ് ഓഫ് എർത്ത് തന്നെയാണ് കേട്ടോ, നോ പ്രോബ്ലം, അത് തന്നെയാണ്. ഓക്കെ, സോ r ഈസ് റേഡിയസ് ഓഫ് എർത്ത്. അപ്പോ g ഡാഷ് g ബൈ 3 വരണമെങ്കിൽ റൂട്ട് 3 മൈനസ് 1 ഇൻറ്റു r. റൂട്ട് 3 മൈനസ് 1 ഇൻറ്റു 6400 കിലോമീറ്റർ. g ഡാഷ് എന്ന് പറയുന്നത് g ബൈ 5 ആണെങ്കിൽ റൂട്ട് 5 മൈനസ് 1 ഇൻറ്റു 6400 കിലോമീറ്റർ. ക്വാണ്ടിറ്റി ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അതിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ പറഞ്ഞ ഇക്വേഷൻസ് മതി നമുക്കത് ചെയ്യാൻ. അവിടെയാണ് നമ്മൾ എൻട്രൻസിലേക്ക് ശരിക്കും എൻ്റർ ചെയ്യേണ്ടത്. ഒരു ബേസിക് ഐഡിയ അറിയുമെങ്കിൽ ഒരു പ്രോബ്ലം വന്നാൽ അതിലേക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇമ്പോസ് ചെയ്താൽ മതി, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, ഐഡിയ ക്ലിയർ? പ്രശ്നമൊന്നുമില്ലല്ലോ? യാ, ഫൈൻ. അപ്പോ വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഹൈറ്റ് എന്നുള്ളതിന്റെ ഇക്വേഷൻ gr സ്ക്വയർ ബൈ r പ്ലസ് h ഹോൾ സ്ക്വയർ. ചെറിയ ഹൈറ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ നമ്മൾ യൂസ് ചെയ്യാം ഇതാണ്. ഇനി ഇതിൽ തന്നെ നമുക്കൊരു ധാരണ മിനിമം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എർത്തിന്റെ റേഡിയസ് 6400 കിലോമീറ്റേഴ്സ് ആണ്. എർത്തിന്റെ റേഡിയസ് 6400 കിലോമീറ്റേഴ്സ്. ഇതാണ് എർത്തിന്റെ റേഡിയസ്. ദെൻ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വാല്യൂ തന്നതെങ്കിൽ അപ്പൊ തന്നെ നമ്മളെ ബ്രെയിനിലൂടെ കയറി പോണം, ഓ ഇറ്റ് ഈസ് r ബൈ 2. ഓക്കെ, ദെൻ ഇങ്ങനെയാണ് വന്നതെങ്കിൽ ഇറ്റ് ഈസ് r ബൈ 4. ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ആ h എന്നുള്ളടത്ത് r ബൈ 2, r ബൈ 3 അങ്ങനെയുള്ള സംഖ്യകൾ വരുമ്പോ മുകളിൽ r സ്ക്വയർ ഉണ്ട്, താഴെ r സ്ക്വയർ വരും, അതാണ് ക്യാൻസൽ ആയി പോകും. പിന്നെ ആ സംഖ്യ വളരെ ചെറിയൊരു സംഖ്യയായിട്ട് മാറും. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സംഖ്യകൾ നമ്മളെ ബ്രെയിൻ വളരെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് കയറണം. അത് മുൻകൂട്ടി ഉറപ്പിക്കാനൊന്നും പറ്റില്ല, കാരണം എല്ലാ എൻട്രൻസിനും കറക്റ്റ് ഓർഡറിൽ തന്നോളൊന്നുമില്ല. ചിലപ്പോ ഡിഫറെന്റ് ആയിട്ടുള്ള സംഖ്യ തരും, അപ്പൊ നമ്മൾ മര്യാദയ്ക്ക് ചെയ്യും. ഇങ്ങനത്തെ ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ അത് മുതലാക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇനി വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഡെപ്ത്. ഈ ഇക്വേഷൻ കാണാൻ നമ്മൾ ഡെൻസിറ്റിന്റെ ഇക്വേഷൻ ആണ് സാധാരണ യൂസ് ചെയ്യുക. 3g ബൈ 4πrg. ഇതിൽ നിന്ന് നമ്മൾ ജി എഴുതാണ് 4πrg റോ ഡിവൈഡഡ് ബൈ 3. അപ്പൊ ജി ഡാഷ് എന്താ വരാന്ന് ചോദിച്ചാൽ 4πr മൈനസ് ഡി റോ ജി ഡിവൈഡഡ് ബൈ 3. മീൻസ് ഇത് എർത്ത് ആണെങ്കിൽ ഇതിന്റെ റേഡിയസ് r. ഡി ഡെപ്തിൽ ഒരു പോയിന്റ് ഉണ്ട്, അപ്പൊ അവിടുത്തെ നമ്മൾ സ്ഫിയർ കൺസിഡർ ചെയ്താൽ ഇതിന്റെ റേഡിയസ് വരിക r മൈനസ് ഡി. ഇനി ജി ഡാഷ് ബൈ ജി ബൈ ആർ. ഇത് നമുക്ക് അടുത്തൊരു ഐഡിയ കിട്ടും. എർത്തിന്റെ സെന്ററിലേക്കാണ് നമ്മൾ പോണതെങ്കിൽ ഡി ഈക്വൽ ടു ആർ. ഡി ഈക്വൽ ടു ആണെങ്കിൽ എന്ത് വരും? ജി ഡാഷിന്റെ വാല്യൂ 0 വരും. കാരണം ഡി ബൈ ആർ, ഡി ഈക്വൽ ടു ആർ വരുമ്പോ 1 മൈനസ് 1 0. ഇത് 0 ആണെങ്കിൽ ഈ ജി കൂടെ അങ്ങോട്ട് പോവും, ജി ഡാഷ് ഈക്വൽ ടു 0 എന്നുള്ള ആൻസർ വരും. So variation of g due to depth. Idea clear അല്ലേ? Variation of g due to depth. Logic കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ഇനി ഡെൽറ്റ ജി ബൈ ജി ഡി ബൈ ആർ ആണ്. പെർസെന്റേജ് ചേഞ്ച് ഇൻ ജി എന്ന് പറയുമ്പോൾ ഡി ബൈ ആർ ഇൻറ്റു 100. ഡി ബൈ ആർ ഇൻറ്റു 100 ആണ് പെർസെന്റേജ് ചേഞ്ച് ഇൻ ജി. പെർസെന്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞതിന്റെ മീനിങ് അറിയാലോ? Change divided by original into 100. Yeah, change divided by original into 100. അതിനെ നമ്മൾ ഇത് പേരിട്ട് വിളിക്കുക percentage change എന്ന് വിളിക്കാം. Okay, so its value is d by r into 100%. ഇതാണ് percentage change in g due to depth. Okay, ഇനി അടുത്തത് പറയാം. ഇതില് ഈ പറഞ്ഞ ഇക്വേഷൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാം. ഈ പാർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. സോ വി കാൻ
move it. Okay. ഇനി വരുന്നത് വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു റൊട്ടേഷൻ. വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു റൊട്ടേഷൻ അതിന്റെ മുന്നേ ഡെപ്തില് എത്രയാണോ ജി വരുന്നത് അതേ ജി കിട്ടാൻ എത്ര ഹൈറ്റിലേക്ക് പോകണം? ക്വസ്റ്റ്യൻ സിമ്പിളാ. 300 മീറ്റർ ഡെപ്തില് എത്ര ജി ഉണ്ടോ അതേ ജി കിട്ടണമെങ്കിൽ എത്ര ഹൈറ്റിലേക്ക് പോകണം? വെരി സിമ്പിൾ. ഡെപ്തിന്റെ ഇക്വേഷൻ ജി ഇൻറ്റു 1 മൈനസ് ഹൈറ്റിന്റെ ഇക്വേഷൻ ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. ഈ രണ്ട് ജികൾ ഈക്വൽ എന്നല്ലേ ക്വസ്റ്റ്യൻ? ഡി ഡെപ്തിൽ വരുന്ന ജിന്റെ അതേ ജി കിട്ടാൻ എത്ര ഉയരത്തിലേക്ക് പോകണം? സ്വാഭാവികമായിട്ടും ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. ജി ജി ക്യാൻസൽ ചെയ്തപ്പോ 1 മൈനസ് നമുക്ക് റിമൂവ് ചെയ്യാം, ആറിനെ റിമൂവ് ചെയ്യാം. We will get the answer d equal to 2h or h is equal to d by 2. Okay, so d ഡെപ്തില് എത്ര ജി ഉണ്ടോ? Okay, so g ഡെപ്തില് എത്ര d ഡെപ്തിൽ എത്ര ജി ഉണ്ടോ അതേ ജി കിട്ടാൻ എത്ര ഹൈറ്റിലേക്ക് പോകണം? d ഡെപ്തിൽ എത്ര ജി ഉണ്ടോ അതേ ജി കിട്ടാൻ എത്ര ഹൈറ്റിലേക്ക് പോകണം? അപ്പൊ നമുക്ക് ആൻസർ കിട്ടുക h ഈക്വൽ ടു d by 2 എന്നാണ്. ഹൗ ടു ഫൈൻഡ് വെലോസിറ്റി? ഓക്കെ, ഏതിന്റെ വെലോസിറ്റി ആണ്? ഏതിന്റെ വെലോസിറ്റി ആണ്? യാ, പ്രോബ്ലം ചെയ്യും, ഷുവർ. ഓക്കെ, ആദ്യം തിയറി പറഞ്ഞിട്ടല്ലേ നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് കയറിയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ തിയറി പാർട്ടിൽ നിൽക്കുന്നത്. ഇനി വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു റൊട്ടേഷൻ. Delta G or G dash equal to G minus R omega square cos square theta. Equator theta 0 degree, pole theta 90 degree. Okay, 500 velocity. I don't know that here. Orbital and escape velocity anengil, it will be in the next class. No. Okay, I don't know, 500 velocity, that's your return. You wrote 500 velocity. Okay, അങ്ങനെ സംഭവം എനിക്ക് അറിയില്ല. പകരം ഓർബിറ്റൽ വെലോസിറ്റിയോ എസ്കേപ്പ് വെലോസിറ്റിയോ ആണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ, കാരണം ഈ ടോപ്പിക്കിൽ ഒന്നും ഞാൻ വെലോസിറ്റി എന്നുള്ള ടോപ്പിക് എഴുതിയിട്ടില്ല. ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, അതില് തീറ്റ 0 ഡിഗ്രിയാണ്. തീറ്റ 0 ഡിഗ്രി വരുമ്പോ ജി ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ. ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ തിയറി പാർട്ടിൽ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എർത്തിന്റെ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്താൽ, ഓക്കെ, എർത്തിന്റെ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒമേഗ 0 വരും, ജി എന്നുള്ളത് ജി ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഇക്വേറ്റർ ജി കൂടി, ഓക്കെ, ഇക്വേറ്ററത്തെ ജി കൂടി വരും. Then പോളത്തെ ജിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. If Earth stops its rotation, gravity at equator will increase and gravity at poles remains same. Okay, come back to the class dear. Okay, so ഇക്വേറ്ററത്തെ ജി ഇൻക്രീസ് ചെയ്യും, പോളത്തെ ജി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ലോജിക് ക്ലിയർ ആയില്ലേ? ഇക്വേറ്ററത്തെ ജി കൂടും, പോളത്തെ ജി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. കുറഞ്ഞാൽ ജി കൂടും, ജിഇ കൂടും. ഓട്ടോമാറ്റിക്കലി ഒമേഗ കൂടിയാൽ ജിഇ കുറയും. തിയറിയിൽ പഠിച്ചു പോയൊരു ടോപ്പിക് ഒന്ന് റിഫ്രഷ് ചെയ്യണോ? ഇപ്പൊ ഭൂമി കറങ്ങണേന്റെ എത്ര ടൈം സ്പീഡിൽ ഇക്വേറ്ററത്തെ ജി 0 വരും? യാ, ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിന് ശേഷം, ക്ലാസ്സിന് ശേഷം അതിന്റെ നോട്ട് അപ്ലോഡ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇപ്പൊ ഭൂമി കറങ്ങണേന്റെ എത്ര ടൈം സ്പീഡിൽ കറങ്ങുകയാണെങ്കിൽ ഇക്വേറ്ററത്തെ ജി 0 ആയിട്ട് മാറും? 17 ടൈംസ്. ആ വെലോസിറ്റി 1/800 റേഡിയൻ പെർ സെക്കൻഡ്. 1/800 റേഡിയൻ പെർ സെക്കൻഡ്. ഈ വെലോസിറ്റിയിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്താൽ ഇക്വേറ്ററത്തെ ജി 0 ആയിട്ട് മാറും. ഈ സ്പീഡിൽ ഭൂമി കറങ്ങുകയാണെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് എ ഡേ വിൽ ബി 1.4 hours. Duration of a day will be 1.4 hours. അപ്പോൾ
ഈ പാർട്ട് തിയറി തീരും. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ടോപ്പിക് വരുന്നത് ഗ്രാവിറ്റേഷണൽ ഇന്റൻസിറ്റി ആണ്. അതിന്റെ മുന്നേ റൊട്ടേഷനും അതേമാതിരി തന്നെ പോളും ഇക്വേറ്ററും തമ്മിലുള്ള വ്യത്യാസം കൂടിയും നമ്മൾ കൺസിഡർ ചെയ്താൽ ഗ്രാവിറ്റി at pole will be gravity at equator plus 0.052 meter per second square. നേരത്തെ ഞാൻ എഴുതിയത് 0.018 ആണ്. ഓക്കെ, റൊട്ടേഷനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ പറയണത്. ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്, ഈ ആംഗിൾ ആണ് നമ്മൾ സെലക്ട് ചെയ്യണത്. ഇക്വേറ്റർ ആണെങ്കിൽ തീറ്റ എന്നുള്ളത് 0, പോൾ ആണെങ്കിൽ തീറ്റ എന്നുള്ളത് 90. ഇനി ഇതിൻ്റെ ഉള്ളത്തെ ഏത് ആംഗിൾ വേണമെങ്കിൽ എടുത്തൂടെ. ഓക്കെ, സോ അതിൻ്റെ ഉള്ളത്തെ ഏത് സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാം, ജി കണ്ടുപിടിക്കാം യൂസിങ് ദാറ്റ് ഇക്വേഷൻ. ഇനി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഫോഴ്സ് ബൈ മാസ് ദാറ്റ്സ് ഈക്വൽ ടു GME by r square. കാരണം ഫോഴ്സിന്റെ ഇക്വേഷൻ GMEM by r square by mass. ഈ മാസ് ക്യാൻസൽ ആവും. We will get the answer GME divided by r square. എർത്തിന്റെ കേസിൽ GME by r square is nothing but acceleration due to gravity. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് acceleration due to gravity ആണ്. ഇനി സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ് നമ്മൾ എന്നുള്ളത്, മെജോറിറ്റിയും സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ അത് കഴിഞ്ഞതാവുകൊണ്ട്. ഓക്കെ, സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ അത് കഴിഞ്ഞതാവുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഡാറ്റ പറയാൻ എളുപ്പമാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ടോപ്പിക് ഈ വർഷം പഠിച്ചിട്ടുണ്ടാവും. ഫോർ എ ഷെൽ, E out is GM by r square. Surface I is GM by capital R square. Inside, gravitational field intensity is 0. Okay, ഒരു ഷെല്ലിന്റെ പുറത്തുള്ള ഏത് പോയിന്റ് ആണെങ്കിലും ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി GME by r square. സർഫസിലാവുമ്പോൾ സ്മോൾ r become capital R. ഓക്കെ, ഇൻസൈഡ് I equal to 0. ഇതേ സംഭവം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചു. സ്വാഭാവികമായിട്ടും സിമ്പിൾ ആണത്. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? സോ എനി പോയിന്റ് ഔട്ട്സൈഡ്, എനി പോയിന്റ് ഇൻസൈഡ് ആൻഡ് എനി പോയിന്റ് ഓൺ ദി സർഫസ്. ഇനി in the case of a sphere, I out same as that of shell, I surface, small r is replaced by capital R, then inside ഇങ്ങനെയാണ് വരാം. ഈ കേസിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഫീൽഡ് ഇന്റൻസിറ്റിയും ഡിസ്റ്റൻസും തമ്മിലുള്ള ഗ്രാഫ് വരച്ചാൽ ഈ രീതിയിലാണ് വരാം. കാരണം ഇൻസൈഡ് ദ ഷെൽ ഫീൽഡ് ഈസ് 0. സ്ഫിയറിന്റെ കേസിൽ ദിസ് ഈസ് I out, ദിസ് ഈസ് I surface and ദിസ് ഈസ് I inside. ഐഡിയ സിമ്പിൾ ആണ്. M dash equal to V dash into density, then field intensity is GM dash divided by R1 square. ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുക. സോ ഇതിന്റെ കേസിലാണ് ഗ്രാഫ് വരയ്ക്കണതെങ്കിൽ that should be like this. Field here, distance here. ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക. ഈ ഗ്രാഫ് ഈ വർഷം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ ലോജിക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോ ഇതാണ് സ്ഫിയറിന്റെ ഗ്രാഫ് വരിക, ഇതാണ് ഷെല്ലിന്റെ കേസിൽ ഗ്രാഫ് വരിക. Okay, so I couldn't get that M050, what is 1:1? I don't know, yeah. Or 1 minus 1. Okay. In the case of a ring, this is the equation. അത് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. GDM divided by x square. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫീൽഡ് കിട്ടുക. അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ at any point this is the equation. At the center, this is the value. Okay, സെന്ററിൽ 0 ആണ്. ദൂരത്തുള്ള ഏത് പോയിന്റ് ആണെങ്കിലും ഇതാണ് നമുക്ക് ഇക്വേഷൻ വരിക. ഒരുപാട് ദൂരെ, ഓക്കെ,
No problem. This is the worst stream ever I observed. Thank you, dear. Thank you very much. Okay. Inni at the center I equal to 0. Then pinna nammal parayanathu in the case of two masses m1 and m2 രണ്ട് മാസുകൾ അതിന്റെ ഇടയിൽ d ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി എന്താ ഉദ്ദേശം എന്നുള്ളത്. ഓക്കെ, പറയാം, അതതിന്റെ ഓർഡറിൽ കൂട്ടാ. ഓക്കെ, സോ രണ്ട് മാസുകൾ അതിന്റെ ഇടയിൽ d ഡിസ്റ്റൻസ് ഉണ്ട്. x ഡിസ്റ്റൻസിലായിട്ട് നമുക്ക് ഫീൽഡ് 0 വരും. അങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് x is equal to d into root m1 divided by root m1 plus root m2. ഇതാണ് x കാണാനുള്ള ഇക്വേഷൻ. ഇതുപോലെ ക്വസ്റ്റ്യൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് 1 minus 1. 1 minus 1 is 0. പറയാം, സമാധാനമായില്ലേ? ഓക്കെ, മനസ്സിലായി? Okay. I will kill myself. Very well done, man. Keep it up. Okay. So, രണ്ട് മാസുകൾ, ആ രണ്ട് മാസുകൾക്കിടയിൽ d ഡിസ്റ്റൻസ് ഉണ്ട്. Okay. Then ഏത് പോയിന്റിലാണ് ഫീൽഡ് ഇന്റൻസിറ്റി 0 വരാൻ ചോദിച്ചാൽ x equal to d into root m1 divided by root m1 plus root m2. Okay. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? സോ d into root of m1 divided by root m1 plus root m2. ഈ സെയിം സംഭവം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. രണ്ട് ചാർജുകൾ വെച്ചുകൊടുത്തിട്ട് ഏത് പോയിന്റിലാണ് ഫീൽഡ് 0 കിട്ടുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് കാണാനുള്ള ഷോർട്ട് കട്ട്. ഐഡിയ സിമ്പിൾ ആണ്. ഏത് പോയിന്റിൽ ഫീൽഡ് 0 വരുമോ ഇത് കാരണമുള്ള ഫീൽഡും ഈക്വൽ ആയിരിക്കും. അത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടണ ആൻസർ. ഇത്രയാണ് ഫീൽഡ് ഇന്റൻസിറ്റി വരെയുള്ള തിയറി പാർട്ട്. ഓക്കെ, ഇനി ആ തിയറി പാർട്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് വന്ന JEE ആൻഡ് KVPY ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മളുടെ അടുത്ത എയിം. ഓക്കെ, ഈ പാർട്ടിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ഇതിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ടു ഐഡന്റിക്കൽ മാസസ് each having radius r are placed as shown in figure. The gravitational force between them is proportional to dash. r raised to minus 2, r raised to minus 1, r square, r raised to 4. Two identical spheres, each of mass m and radius r, are placed as shown in figure. The gravitational force between these two masses, okay, the gravitational force between these two masses is directly proportional to dash. Thank you. Okay, so NEET question cheyum sure. ഈ രണ്ട് മാസുകൾക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രൊപ്പോർഷണൽ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്റെ ആൻസർ നമുക്കറിയാം, r raised to 4 ആണ്. വളരെ സിമ്പിൾ ആണ്. F is equal to gmm divided by r square. Mass means volume into density. So volume 4/3 pi r cube into rho. ഇതാണ് മാസിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഒന്നാമത്തെ മാസിന് പകരം r cube, രണ്ടാമത്തെ മാസിന് പകരം r cube, താഴെ r square ഓൾറെഡി ഉണ്ട്. So the force is directly proportional to r raised to 4. Force is directly proportional to r raised to 4. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? Two identical masses, each of radius r and mass m, are placed as shown in figure.
The gravitational force between the two masses is directly proportional to r raised to 4. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Two particles each of mass m. Two particles each of mass m moving around a circular track of radius r. Okay, പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? Two particles each of mass m are moving around circular track of radius r. Logic clear ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. Okay, then find the velocity of these particles. Find the velocity of these particles. Okay, പറഞ്ഞ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. Find the velocity of these particles. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. Okay, then അതിന്റെ കണ്ടീഷൻ കൃത്യം പറഞ്ഞ എങ്ങനെയാണ്? Two particles each of mass m go around a circle of radius r under the action of their mutual gravitational attraction. The speed of each particle is dash. ഈ രണ്ട് പാർട്ടിക്കിൾസ് ഗ്രാവിറ്റി എത്ര ആയിരിക്കും? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിൾ ആണ്. ഈ പാർട്ടിക്കിൾ സർക്കുലർ ട്രാക്കിലാണ് മൂവ് ചെയ്യുന്നത്. ഗ്രാവിറ്റേഷൻ എന്നുള്ള ടോപ്പിക്കിലാണ് ഇത് വരുന്നത്. സോ ഒരു ഫോഴ്സ് Gmm ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്, ഇതുവരെ r, ഇത് r, സോ 4r². Gravitational force Gmm divided by 4r². Okay, രണ്ടാമത്തെ ഫോഴ്സ് നമുക്കറിയാം, സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സും ഈ മാസും തന്നെയാണ് ഉണ്ടാവുക. സോ വി ക്യാൻ ഇക്വേറ്റ്. അപ്പോ ആൻസർ കിട്ടും mv² by r is equal to Gmm divided by 4r². ഒരു r ക്യാൻസൽ ആയി പോവും, ഒരു m ക്യാൻസൽ ആയി പോവും. സോ v² equal to Gm divided by 4r. V equal to 1/2 root Gm by r. This is the answer. Okay, logic clear ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 4r², കാരണം ഇവിടെയും ഇവിടെയല്ലേ, ഈ സർക്കിളിന്റെ റേഡിയസ് r ആണ്. സോ ഇതും r അല്ലേ, ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയായിട്ട് മാറും? 2r. Gmm ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലേ, 2r ന്റെ സ്ക്വയർ, 2 ന്റെ സ്ക്വയർ 4, r ന്റെ സ്ക്വയർ r². ഓക്കെ, സോ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. രണ്ട് മാസുകൾ ഒരു സർക്കുലർ ട്രാക്കിൽ മൂവ് ചെയ്യണം. ഓക്കെ, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലാണ് മൂവ് ചെയ്യണത്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവർക്കിടയിലുള്ള വെലോസിറ്റി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈക്വൽ ടു അവർക്കിടയിലുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ്. അത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും Gm divided by 4 is v². V equal to 1/2 into root of Gm by r. That's our second question. Okay, in the third question, a mass m is divided into two. One is xm and the other one is 1 minus x into m. To get maximum gravitational force, find the value of x. A mass m is split into m. To get the force maximum, what should be the value of x? Logic simple ആണ്. ഒരു മാസ് രണ്ടെണ്ണമായിട്ട് പൊട്ടാണ്. ഒന്ന് x into m ആണ്. എത്രയെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, രണ്ടാമത്തെ 1 minus x into m ആണ്. ഓക്കെ, നോ ഡൗട്ട്. സോ ഇവരുടെ ഫോഴ്സ് മാക്സിമം വരണമെങ്കിൽ x ന്റെ വാല്യൂ എന്താണെന്നാണ്. സെയിം ക്വസ്റ്റ്യൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മളിപ്പോ a charge q is split into two. To get maximum static force, what may be the ratio between the charges, or what may be the value of x? Idea simple ആണ്. ഈ മാസ് പൊട്ടിയിട്ട് രണ്ട് മാസുകളാവാണ്. ഒന്ന് x into m ആണ്, അടുത്തത് 1 minus x into m ആണ്. സോ അവർക്കിടയിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ Gxm
into 1 minus x into m divided by distance square. 0. ഇതിലെ ഈ വാല്യൂ സെലക്ട് ചെയ്യാം കാരണം ഈ വാല്യൂവിന് മാറ്റമൊന്നും വരില്ല. സോ d by dx ഓഫ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് എം സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എം സ്ക്വയർ ഇതിന്റെ വാല്യൂ 0 കിട്ടണം. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എം സ്ക്വയർ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x into m square equal to 0. Minus 2x into m square റൈറ്റിലേക്ക് പോകും. m square equal to 2x into m square. m square കട്ട് ചെയ്ത് പോകും. 2x equal to 1 or x is equal to 1 by 2. x is equal to 1 by 2. ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നല്ലോണം പരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലും അതേപോലെ ഗ്രാവിറ്റേഷനിലും വരണ ക്വസ്റ്റ്യൻ. ഇനി the next one. Okay, അടുത്ത ക്വസ്റ്റ്യൻ. A pendulum has a time period t1 on the surface of Earth. A pendulum has a time period t1 on the surface of Earth. A pendulum has time period t1 on the surface of Earth. It has time period t2. It has time period t2 at a height equal to r from the surface of Earth. A pendulum has time period t1 on the surface of Earth. It has a time period t2 at a height h equal to r from the surface. Then t2 by t1 equal to dash. Then t2 by t1 equal to dash. One question. Okay, പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? A pendulum has time period t1 on the surface of Earth. It has time period t2 at a height h equal to r. Then from the surface of Earth, t2 by t1 equal to dash. അടുത്ത ക്വസ്റ്റ്യൻ. Okay. Then ആ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം 2π into root of L by time period of a pendulum നമുക്കറിയാം. Okay, time period of a pendulum is 2π into root of L by g. ഇത് t1 ആണ്. t2 എന്ന് പറയുമ്പോൾ 2π into root of L divided by h equal to r ആണ്. g എന്ന് പറഞ്ഞാൽ gme by r plus h whole square. h നെ r എന്നുള്ള വാല്യൂ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ g dash equal to g by 4 എന്ന് വരും. ഈ h ന് r എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ r plus r 2r whole square 4r square. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടുക g by 4 എന്നാണ്. Then t2 by t1 കാണുമ്പോൾ ടൈം പീരീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു g ആണ്. സോ t2 by t1 equal to root of g1 by g2. g1 എന്ന് പറയുമ്പോൾ g, g2 എന്ന് പറയുമ്പോൾ g by 4. ഈ 4 മുകളിലേക്ക് പോകും. t2 by t1 equal to root 4. Root 4 is 2. Root 4 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി. ഓക്കെ, പറഞ്ഞ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? നോ ഡൗട്ട്. ഓക്കെ, സോ ഒരു പെൻഡുലത്തിന് എർത്തിന്റെ സർഫസിൽ ഉണ്ടാവുന്ന ടൈം പീരീഡ് t1 ആണ്. ഒരു പെൻഡുലത്തിന് എർത്തിന്റെ സർഫസിൽ ഉണ്ടാവുന്ന ടൈം പീരീഡ് t1 ആണ്. ഓക്കെ, ഇനി സർഫസിൽ നിന്ന് r ഹൈറ്റിലുള്ള ഒരു പോയിന്റ്, ഈ പോയിന്റിലെ ടൈം പീരീഡ് t2 ആണ്. t2 by t1 എത്രയെന്നാണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. 2π into root of L by g. ടൈം പീരീഡിന്റെ ഇക്വേഷൻ t equal to 2π into root of L by g ആണ്. ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ടൈം പീരീഡ് ഈസ് 2π into root of L by g. നോട്ട് ഔട്ട് പറയാം. ഓക്കെ, ഇനി
എർത്തിന്റെ സർഫസിൽ നോക്കുമ്പോൾ ഇതേ വാല്യൂ തന്നെയാണ് വരിക, സംശയമില്ല. ഇവിടുന്ന് ഈ ദൂരത്തുള്ള ജി എത്ര കാണുക ചോദിച്ചാൽ സർഫസില് GME/r². ഇനി ഈ പോയിന്റിലെ ജി എത്രയെന്ന് ചോദിച്ചാൽ GME ഡിവൈഡഡ് ബൈ r+r, 2r². ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അല്ലേ, സോ GME ഡിവൈഡഡ് ബൈ 4r². GME/r² പണ്ടത്തെ ജി ആണ്, സോ G' is equal to G/4. ഇനി ഇക്വേഷൻ നോക്കൂ. ടൈം പീരീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ജി. അപ്പൊ T2/T1 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? √G1/G2. G1 എന്ന് പറഞ്ഞ G, G2 എന്ന് പറഞ്ഞ G/4. G കട്ട് ചെയ്ത് പോകും, 4 മുകളിലേക്ക് വരും. ഓക്കെ, ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. സോ എർത്തിന്റെ സർഫസിൽ കിട്ടിയ വാല്യൂ, ഓക്കെ, ഐ എം എ ടീച്ചർ. സോ എർത്തിന്റെ സർഫസിലെ ജിന്റെ വാല്യൂ, സോറി ടൈം പീരീഡ് T1 ആണ്. ആർ ഹൈറ്റിലുള്ള ഒരു പോയിന്റ്, അവിടുത്തെ ജിന്റെ വാല്യൂ എന്താന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? G/4 ആണ് അവിടെ വരിക. അപ്പൊ T2/T1 ആൻസർ കിട്ടും 2. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A large number of masses are placed. A large number of masses, each of mass m, are placed at distances 1 meter, 2 meter, 4 meter, 8 meter, etc. up to infinity. Find the gravitational field intensity at the origin. Large number of masses, each of mass m, are placed at points 1 meter, 2 meter, 4 meter, 8 meter, etc. along the x-axis up to infinity. Find the gravitational field intensity at the origin. Find the gravitational field intensity at the origin. ഈ ക്വസ്റ്റ്യന്റെ സ്പെഷ്യാലിറ്റി ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ഐഡിയ കിട്ടിയാൽ ബാക്കി എല്ലാറ്റിനും ആൻസർ കിട്ടും. ഫൈൻ. ഓക്കെ, സോ ഇതിന്റെ ആൻസർ കിട്ടാൻ വളരെ സിമ്പിൾ ആണ്. ഓരോ മാസം ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് നമ്മൾ ടോട്ടൽ ഫീൽഡ് ഈസ് GM/4 പ്ലസ് GM divided by 16 plus GM divided by 64. എല്ലാറ്റിനും GM പുറത്തെടുക്കുകയാണെങ്കിൽ 1 plus 1/4 plus 1/16 plus 1/64 plus etc. up to infinity. This is a geometric progression. Geometric progression ന്റെ സമ്മ കണ്ടുപിടിക്കാൻ നമുക്കറിയാം A/1 minus r. A is a first term, R is a common ratio. സ്വാഭാവികമായിട്ടും I കിട്ടുക GM into A/1 minus r. R എന്ന് പറഞ്ഞ 1/4. So answer വരും GM into 1 divided by 3/4. Answer is 4GM divided by 3. 4GM divided by 3. ഓക്കെ, സോ ലോജിക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇതേ സ്റ്റൈലിൽ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണെങ്കിലും ഒക്കെ നമ്മൾ ആൻസർ ചെയ്യാം, ഒരേ സ്റ്റൈലിലാണ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾ കണ്ട ക്വസ്റ്റ്യനിലൊന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ 3 കോർണറുകളിലും ഓരോ മാസ് വെച്ച് കൊടുത്താൽ വാട്ട് ഈസ് എ ഫീൽഡ് അറ്റ് ദ സെന്റർ? 0. The field at the center is 0. ഓക്കെ, അതേപോലെ തന്നെ 3 ഐഡന്റിക്കൽ ചാർജ് വെച്ച് കൊടുത്താലും ഫീൽഡ് എന്താണ്? 0 തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ ആ സ്റ്റൈൽ ക്വസ്റ്റ്യൻ എന്റെ അഡ്വാൻറ്റേജ് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ച ഗ്രാവിറ്റേഷൻ കിട്ടും, ഗ്രാവിറ്റേഷൻ പഠിച്ച ഇലക്ട്രോസ്റ്റാറ്റിക്സിലും കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യനും നമുക്കറിയാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു സ്റ്റൈൽ ക്വസ്റ്റ്യൻ വന്നാലും വി ക്യാൻ ഈസിലി ഡു ദാറ്റ്. ഓക്കെ, അത് GP എന്നുള്ള കേസ് വരുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് ഇൻഫിനിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ടി വരില്ല, നേരിട്ട് എഴുതാം. എന്താണ് A/1 minus r എന്നുള്ള ഐഡിയ കൃത്യമായിട്ട് എഴുതി പോവാം. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ, 4 particles.
Okay, 4 particles each of mass m. 4 particles each of mass m are equidistant from each other. Are equidistant from each other. 4 particles each of mass m are equidistant from each other. Under the action of their mutual gravitational attraction, they move along a circle of radius r. Under the action of mutual gravitational attraction, they are moving around a circle of radius r. Then speed of each particle is dash. Then speed of each particle is dash. Okay, 4 particles each of mass m are equidistant from each other. 4 particles each of mass m are equidistant from each other. Under the action of gravitational force, they are moving through a circular track of radius r. So, ingana po. Okay, then what should be the velocity of each particle? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. Okay, so പറഞ്ഞ logic clear ആയില്ലേ? 4 particles each of mass m are at equidistance from each other. Okay, under the action of gravitational force, they are circulating over a circle of radius r. Then find the velocity of each particle. അതിന്റെ ഓപ്ഷൻസും കൂടി തരാം. ഒന്നാമത്തെ ഓപ്ഷൻ റൂട്ട് ജി എം ബൈ ആർ. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ റൂട്ട് ജി എം ബൈ ആർ. രണ്ടാമത്തെ ഓപ്ഷൻ റൂട്ട് ഓഫ് 2√2 ജി എം ബൈ ആർ. മൂന്നാമത്തെ ഓപ്ഷൻ റൂട്ട് ജി എം ബൈ ആർ ഇൻറ്റു 1 പ്ലസ് 2√2. നാലാമത്തെ ഓപ്ഷൻ 1/2 into root gm by r into 1 plus 2√2. ഇതാണ് ഇവരുടെ ഓപ്ഷൻസ് ആയിട്ട് വന്നത്. ഓക്കെ, equidistant from each other എന്നാണ്. ഓക്കെ, അതാ ഓർഡറിലാണ് പോണത്. 4 particles each of mass m equidistant from each other. പറഞ്ഞ കിട്ടില്ലേ? ഒന്ന് അടുത്തേക്ക് a distance, അതിന്ന് അടുത്തേക്ക് a distance, അതിന്ന് അടുത്തേക്ക് a distance, അങ്ങനെ പോകണം. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഇതൊന്നും ഇങ്ങോട്ട്, ഈ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട്, ഈ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട്. 2017 JEE മെയിൻ, അതാണ് ആ ക്വസ്റ്റ്യൻ. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി 1/2 into root of gm by r into 1 plus 2√2. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി ഇതിന്റെ ആൻസർ ഏത് വരുന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഐഡിയ സിമ്പിൾ ആണ്. ഈ സർക്കുലർ ട്രാക്കിന്റെ റേഡിയസ് r എന്ന് എടുത്തു വിചാരിക്കാം. ഇതും r ആണല്ലേ. ഇനി ഏതെങ്കിലും ഒരു മാസ് കൺസിഡർ ചെയ്തു, ഈ മാസ്, then ഒരു ഫോഴ്സ് ഇങ്ങോട്ടുണ്ടാവും F, അടുത്ത ഫോഴ്സ് ഇങ്ങോട്ടുണ്ടാവും F. ഇത് രണ്ടും തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും F ഡാഷ്. സോ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കാണുമ്പോൾ നമുക്കറിയാം ഇത് എഫും ഇത് എഫും ആണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഇങ്ങനെയാണ് വരിക. ദാറ്റ് മസ്റ്റ് ബി √2f. മീൻസ് √2f plus f dash is equal to mv square by r. √2f plus f dash equal to mv square divided by r. Okay, പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? സോ √2f plus f dash is equal to mv square by r. ലോജിക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു മാസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇതിന്റെ റിസൾട്ടന്റ് വരിക √2f ആണ്. ഓക്കെ, ഈ മാസും ഇതും തമ്മിലുള്ള ഫോഴ്സ് ഉണ്ടാവുക f ഡാഷ് ആണ്. സോ √2f
plus f dash is equal to mv square by r. That's our equation. Okay, പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? ഇനി നോക്കാം അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഇനി ഈ പറഞ്ഞ ലോജിക് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കണോ? 4 മാസുകൾ, ഇതിൽ നിന്ന് ഇങ്ങോട്ട് എ ഡിസ്റ്റൻസ്, ഇതിൽ നിന്ന് ഇങ്ങോട്ട് എ ഡിസ്റ്റൻസ്, ഇതിൽ നിന്ന് ഇങ്ങോട്ട് എ ഡിസ്റ്റൻസ്, ഇങ്ങനെ പോവാണ്. ഇവര് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എഫക്ട് കൊണ്ട് സർക്കുലേറ്റ് ചെയ്യാണ് ത്രൂ എ ട്രാക്ക് ഓഫ് റേഡിയസ് ആർ. ഓക്കെ, അവര് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എഫക്ട് കൊണ്ട് എന്ത് ചെയ്യാണ്? സർക്കുലേറ്റ് ചെയ്യണോ ത്രൂ എ റേഡിയസ്. ഈ ഒരു മാസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് വരും. പക്ഷെ ഇയാളെ മാത്രമാണ് നോക്കണത്. ഇതിനെ 4 പിടിച്ച് വലിക്കും. അതേപോലെ ഇങ്ങോട്ടൊരു ഫോഴ്സ്, ഇത് രണ്ടും ഈക്വൽ. ഇതിന്റെ നെറ്റ് എഫക്ട് വരെ √2f. 1ഉം 3ഉം തമ്മിലുണ്ടാവുന്ന ഫോഴ്സ് എഫ് ഡാഷ്. ഓക്കെ, ഈ √2 വരാനുള്ള കാരണം അറിയാലോ, 90 ഡിഗ്രി ആണ്. സോ റിസൾട്ടന്റ് മസ്റ്റ് ബി √2. ഇനി √2 into f എന്ത് വരും? gmm ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഇത് r ആണ്, ഇതും r ആണ്. സോ a എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് വരിക √2 r. പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസർ വരും √2 r. അപ്പൊ അതിന്റെ ആൻസർ വരിക 2r² പ്ലസ് f ഡാഷ് gmm ഡിവൈഡഡ് ബൈ ഇത് r ആണ്, ഇതും r ആണ്. സോ 4r². That is equal to mv square divided by r. So ഇതില് ഒരു സിമ്പിൾ മോഡിഫിക്കേഷൻ വരുത്താണ്. മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണു, താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണു. ഓക്കെ, സോ gmm ഡിവൈഡഡ് ബൈ 4r² ഇവിടെ ഉണ്ട്, അതേപോലെ ഇവിടെ ഉണ്ട്. അത് പുറത്തെടുക്കുമ്പോ ബാക്കി എടുത്താൽ ഇതിൽ വരിക 2√2 പ്ലസ് 1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു mv² ഡിവൈഡഡ് ബൈ r. ഒരു r ക്യാൻസൽ ആയി പോവും, ഒരു m ക്യാൻസൽ ആയി പോവും. സോ v² ഈക്വൽ ടു gm ഡിവൈഡഡ് ബൈ 4r into 1 plus 2√2. v എന്ന് പറയുമ്പോ ഇതിന്റെ റൂട്ട് എടുക്കുക, 1/4ന്റെ റൂട്ട് എടുക്കുമ്പോ 1/2, ബാക്കിയൊക്കെ റൂട്ടിന്റെ ഉള്ളിൽ വരും. ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഇതാണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ, പറഞ്ഞ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? യാ ഷുവർ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ചാനലിൽ കയറിയാൽ തന്നെ ഈ ക്വസ്റ്റ്യൻ കാണാം. അതുകൊണ്ട് അത് വിഷയമാക്കണ്ട. ഓക്കെ, സൈഡത്തെ ഡിസ്റ്റർബൻസുകൾ ഒന്നും മൈൻഡ് ചെയ്യണ്ടോ. KVPYന്റെയും അതേമാതിരി മിലിറ്ററി നഴ്സിംഗിന്റെയും കുറെ നല്ല മക്കള് ഇതിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ആ വന്നതിന്റെ ഇടയില് ചിലപ്പോഴൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അറിയാണ്ട കുറെ ജന്മങ്ങള് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, നമ്മളെ മലപ്പുറം ഭാഷ പറയില്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ തൂറി തോൽപ്പിക്കാന്ന് പറയില്ലേ, അങ്ങനെ കുറച്ച് ആളുകൾ വരും. അതെല്ലാ മേഖലകളും നമ്മൾ കാണണം. ആ കാണുമ്പോൾ അതാണ് നമുക്ക് രസം അല്ലെ? കാരണം എന്താണ്, അങ്ങനെ വരുമ്പോ അതിന്റെ ഇടയിൽ കൂടെ നടന്നു പോകാൻ ഒരു പ്രത്യേക ത്രില്ലാണ്. അതുകൊണ്ട് ഇത് കണ്ടിട്ട് എന്റെ മക്കള് ബേജാറാവൊന്നും വേണ്ട. അതൊക്കെ ഓലപ്പാമ്പുകളാണ്. ആ കണ്ട സൈഡിൽ കൂടെ അങ്ങനെ പോയിക്കോളും അല്ലെ? ചിലവർക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയും, ചിലവർക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയും, ചിലവർക്ക് പഠിക്കാൻ അറിയും. ഇതൊന്നും അറിയാത്ത കുറെ ആളുകളുണ്ട്. അവരെന്ത് ചെയ്യും, അനാവശ്യം പറഞ്ഞ് റെസ്റ്റോറന്റ് വെക്കും. അത് അവരുടെ സൈക്കോ പ്രോബ്ലം ആണ്. ഡോണ്ട് മൈൻഡ്. ഓക്കെ, നമുക്ക് നമ്മളെ പാർട്ടിലേക്ക് തിരിച്ചു വരാം, ഇതിലേക്ക് വരാം. സോ 4 മാസുകൾ, ആ 4 മാസുകൾ ഇക്യു ഡിസ്റ്റൻസിൽ ഉണ്ടായിരുന്നു. ആ ഇക്യു ഡിസ്റ്റൻസിലുള്ളത് ഗ്രാവിറ്റേഷന്റെ എഫക്റ്റിൽ, അതാണ് വേണ്ടത്. ഓക്കെ, ഈ ഗ്രാവിറ്റേഷന്റെ എഫക്റ്റിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിലെ വെലോസിറ്റിയാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യണത് ഒന്നാമത്തെ മാസിനെ മാത്രം കാണണം. ഓക്കെ, ഓക്കെ, ഒന്നാമത്തെ മാസിനെ മാത്രം കാണണം. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഒന്നാമത്തെ മാസിനെ മാത്രം നമ്മൾ നോക്കുകയാണ്. ഈ മാസുമ്പിലുള്ള ടോട്ടൽ ഫോഴ്സ് പ്രത്യേകത വെച്ചാൽ അത് തന്നെയാണ് തുമ്പിലും, അത് തന്നെയാണ് ഈ മാസിലും, തന്നെയാണ് ഈ മാസിലും. ഏത് മാസ് എടുത്താലും നമുക്ക് കിട്ടുക ടോട്ടൽ എഫക്ട് സെയിം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മാത്രം നോക്കുമ്പോൾ
ഇങ്ങനെ ഒരു മാസ് ഇവിടെ ഉണ്ട്, അടുത്ത മാസ് ഇവിടെ ഉണ്ട്, അടുത്ത മാസ് ഇവിടെ ഉണ്ട്, അടുത്തത് ഇവിടെ ഉണ്ട്. ഇങ്ങനൊരു ഫോഴ്സ് എഫ്, ഇങ്ങനൊരു ഫോഴ്സ് എഫ്, ഇങ്ങനൊരു ഫോഴ്സ്, അതിനെ നമ്മൾ എഫ് ഡാഷ് എന്ന് വിളിച്ചു. എഫിന്റെയും റിസൾട്ടന്റ് √2f ആണ്. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഈ രണ്ടെണ്ണത്തിന്റെ റിസൾട്ടന്റ് വരിക √2f ആണ്. Then √2f plus f dash is equal to centripetal force mv square by r. Okay, √2f plus f dash is equal to mv square by r. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, √2f plus f dash is equal to mv square by r. ഞാനൊരു ഡൗട്ട് ചോദിച്ചിരുന്നു. എഫ് എങ്ങനെയാണ് വന്നത് എന്ന് മനസ്സിലായില്ല അല്ലെ? എഫ് എന്നുള്ള ക്വാണ്ടിറ്റി എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഫോഴ്സിന് നമ്മൾ പേര് കൊടുക്കാണ് എഫ്, ഇതിന്റെ ഫോഴ്സിന് പേര് കൊടുക്കാണ് എഫ്. ഈ മാസുകളും ഈ ഡിസ്റ്റൻസും സെയിം ആവുകൊണ്ട് അവരുടെയുള്ള ഫോഴ്സ് സെയിം ആയിരിക്കും. ഇനി ആ ഫോഴ്സ് കിട്ടാൻ G into first mass into second mass divided by distance square. ഇതാണ് ഡിസ്റ്റൻസ്. ഇതിന്റെ കേസ് ആലോചിച്ച് നോക്കിയേ. ഇത് R, ഇത് R 90 ഡിഗ്രിയില്. What about this one? No doubt √2r. അതിന്റെ സ്ക്വയർ 2r സ്ക്വയർ. സെയിം ടൈം എഫ് ഡാഷ് ആണ് കാണുന്നതെങ്കിൽ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് R, ഇത് R. So total distance is 2r. അപ്പോൾ അവരുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4r സ്ക്വയർ. ഇനി ഇവിടെ രണ്ടോണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ഉദ്ദേശം വളരെ സിമ്പിൾ ആണ്. ഈ രണ്ടോണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ഉദ്ദേശം സിമ്പിൾ ആണ്. എന്താണ്? നോട്ട് ഉണ്ടാവും ആ സൈറ്റില്, അല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പില് നോട്ട് പബ്ലിഷ് ചെയ്യും ആഫ്റ്റർ ക്ലാസ്. ഓക്കെ, ഇനി ഈ രണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ഉദ്ദേശം ഇതിന്ന് രണ്ടെന്നും 4r സ്ക്വയർ പുറത്തെടുക്കാന്നാണ്. 4r സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ ഒരു r ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് വെലോസിറ്റിന്റെ ആൻസർ കിട്ടും 1/2 into √gm/r into 1 + 2 √2. ഓക്കെ, ഇതാണ് വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഇൻ ദിസ് കേസ്. 2017 JEE മെയിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും പറയാ, ഇതിലുണ്ടാവുക എപ്പോ വേണേ കിട്ടിയാ മോനെ, അതിനുള്ള അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ? ഓക്കെ, കുറച്ചും കൂടി സമയം കേട്ടോ. ഇനി ഒരു 3-4 ക്വസ്റ്റ്യൻ കൂടി പറയാനുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് കുറച്ച് ഡിസ്ട്രാക്ഷൻ വന്നപ്പോഴേ ഒന്ന് സ്പീഡ് കുറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അത് 1 hour നമ്മൾ അവസാനിപ്പിക്കേണ്ടതാണ്. ഓക്കെ, സോ കുറച്ച് സമയം കൂടെ. ഇനി നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2012 JEE ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഏത് കുട്ടിയും കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണത്. വേരിയേഷൻ ഓഫ് G വിത്ത് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് എർത്ത് ഇസ് ബെസ്റ്റ് റെപ്രസെന്റഡ് ബൈ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ. വേരിയേഷൻ ഓഫ് G ഫ്രം സെന്റർ ടു എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ജിയും ഡിസ്റ്റൻസും, അതിന്റെ ഗ്രാഫ് ഇങ്ങനെ. ഇത് റേഡിയസ്, ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ ജിയും ഡിസ്റ്റൻസും ഇങ്ങനെയാണ്. തേർഡ് ഓപ്ഷൻ ഇങ്ങനെ മാത്രം. ഫോർത്ത് ഓപ്ഷൻ ഇങ്ങനെ. ഇത് R എന്നുള്ള ഡിസ്റ്റൻസ്. ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നത്. പകരം ഓക്കെ, ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നത്, അടുത്ത ക്വസ്റ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് JEE ചോദിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ആ ക്വസ്റ്റ്യൻ ഇട്ടു എന്ന് മാത്രം. വെരി സിമ്പിൾ. നമ്മൾ ഇക്വേഷൻ എഴുതിയിരുന്നു. ഇൻ ദ കേസ് ഓഫ് എ സ്ഫിയർ, G equal to or gravitational field intensity equal to gm/r³ into r. ഇതായിരുന്നു ഇൻസൈഡ്. ഔട്ട്സൈഡ് ഇറ്റ് ഈസ് gm divided by r square. ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഉത്തരം പറയാം. ഇൻസൈഡ് directly proportional to r, outside inversely proportional to r, outside inversely proportional to r square. സ്വാഭാവികമായിട്ടും
റേഡിയൽ ഉള്ളിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, പുറത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. ദിസ് വിൽ ബി ദ റിക്വയർഡ് ഗ്രാഫ്. ഇതാണ് അതിന്റെ റിക്വയർഡ് ഗ്രാഫ് വരിക. ഓക്കെ, പറഞ്ഞ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി ഇതിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എഴുതും. 2017 ചോദിച്ചത്, 2012 ജെയിൽ ചോദിച്ചതാണ്. 2017 ജെയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. യു നോ ഡൗട്ട് ബീസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, mass density of a spherical body. Mass density of a spherical body is given by rho is equal to K by R. Mass density of a spherical body is given by rho R equal to K by R. For R is less than or equal to capital R. Mass density of a spherical body is given by rho R equal to K by R. R is less than or equal to capital R. And rho R equal to 0. And rho R equal to 0. R is very much greater than capital R. Rho R equal to 0. R is very much greater than capital R. Where R is a distance from the center. R is the distance from the center. Okay, mass density of a spherical body. Mass density of a spherical body is given by rho R equal to K by R. R is less than R. ഇത് റേഡിയസ് ആണെങ്കിൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്മോൾ ആർ എന്ന് വിളിക്കുക. R is less than R. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു R എന്ന് പറഞ്ഞതിന്റെ ഉള്ളിൽ മാത്രം. പുറത്താണെങ്കിൽ ഡെൻസിറ്റി 0. പുറത്ത് ഡെൻസിറ്റി ഇല്ല. R is a distance from the center. Okay, the correct graph describing qualitatively A as a function of R is dash. The correct graph showing the variation of A with R. The correct graph showing variation of A with R is dash. Not question. ഒന്നാമത്തെ ഗ്രാഫ് ഇവിടെ എയും ഇവിടെ ആറും. ഓക്കെ, അതിന്റെ ഒന്നാമത്തെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെ. ആർ എന്നുള്ള ഡിസ്റ്റൻസ്. രണ്ടാമത്തെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെ. ആർ എന്നുള്ള ഡിസ്റ്റൻസ്. മൂന്നാമത്തെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെ. ആർ എന്നുള്ള ഡിസ്റ്റൻസ്. നാലാമത്തെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെ. ആർ എന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്. മാസ് ഡെൻസിറ്റി ഓഫ് എ സ്ഫെറിക്കൽ ബോഡി ഇസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ. മാസ് ഡെൻസിറ്റി ഓഫ് എ സ്ഫെറിക്കൽ ബോഡി ഇസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ഒരു സ്ഫിയറിന്റെ ഉള്ളിലത്തെ മാസ് ഡെൻസിറ്റി. പുറത്തത്തെ ഒരു കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മാസ് ഡെൻസിറ്റി 0 ആണ്. പുറത്തത്തെ ഒരു കേസിലെ മാസ് ഡെൻസിറ്റി 0 ആണ്. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? ഓക്കെ, ചോദ്യം ഇതാണ്. ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ വിത്ത് റെസ്പെക്ട് ടു ആർ. ഇതാണ് ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ വിത്ത് ഡിസ്റ്റൻസ്. സിമ്പിൾ ആണ് ആ ക്വസ്റ്റ്യൻ പറയാൻ. സിമ്പിൾ അല്ല, ഒരു പ്രത്യേക ലോജിക്കിൽ അത് പോകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇതില് നമുക്കറിയാം സ്ഫിയറിന്റെ ഉള്ളിലത്തെ ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ gm divided by r cube into r. പുറത്താണെങ്കിൽ gm divided by r square. ഇതാണ് ഇൻസൈഡ്, ഇതാണ് ഔട്ട്സൈഡ്. അപ്പോ ഔട്ട്സൈഡ് ദ ഷെൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ സ്ഫിയർ. ഓക്കെ, യാ ഹായ്. ഔട്ട്സൈഡ് ദ സ്ഫിയർ ദിസ് വിൽ ബി ദ ഗ്രാഫ്. എല്ലായിടത്തും സെയിം ആണ്, ഒരു മാറ്റമില്ല. ഔട്ട്സൈഡ് വരെ നോ ഡൗട്ട് 1/r². ഓക്കെ, പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? അല്ല, ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് പാരബോളിക് ഷേപ്പ് ആണ്. ഇത് രണ്ടും പാരബോളിക് ഷേപ്പ് ആണ്. ഉള്ളിലേക്കും പുറത്തേക്കും എന്ത് തന്നെയാണ്? പാരബോളിക് ഷേപ്പ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ദെൻ
ഇതില് ഇതാണ് ഇൻസൈഡ്, ഇതാണ് ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് ഇതാണ് ഇക്വേഷൻ. താങ്ക് യു. ഓക്കെ, ഔട്ട്സൈഡ് ഇതാണ് ഇക്വേഷൻ. ആ ഇക്വേഷന്റെ ഗ്രാഫ് ഉറപ്പായിട്ടും പാരബോളിക് ആണ്. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്റെ കാരണം സിമ്പിൾ, പാരബോളിക് ഷേപ്പ് എല്ലാറ്റിലും അത് തന്നെയാണ്. പിന്നുള്ളത് ഇൻസൈഡ് എങ്ങനെ വരാന്നുള്ളതാണ്. നമുക്ക് തന്നത് ഡെൻസിറ്റിന്റെ ഇക്വേഷനാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, മാസ് ബൈ വോളിയം ഇസ് ഈക്വൽ ടു കെ ബൈ ആർ. അപ്പൊ മാസ് എന്താ വരിക, KV by R എന്ന് വരും. ഈ മാസ് ഇവിടെ കൊടുക്കുക ബൈ R into R. ഇതാണ് വെട്ടിപ്പോ. G കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണ്, K കോൺസ്റ്റന്റ് ആണ്, വോളിയം കോൺസ്റ്റന്റ് ആണ്. സോ ഇൻസൈഡ് ദ സ്ഫിയർ intensity of gravitation will be a constant. ഈ intensity of gravitation എന്ന് പറഞ്ഞാൽ force by mass. It is nothing but acceleration. സോ സ്ഫിയറിന്റെ ഉള്ളിലത്തെ ഒരു കേസ് നമ്മൾ എടുത്താൽ അവിടുത്തെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. സോ ആ ഗ്രാഫിൽ എന്താണ്, സോ ദിസ് റെപ്രസെന്റ് ദി കറക്റ്റ് വൺ. ഓക്കെ, അവിടെ അല്ല. ഓക്കെ, സോ പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഇവിടുത്തെ കേസിൽ നമ്മൾ ഉള്ളിലത്തെ ഫീൽഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൽ മാസിന്റെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക G by R cube into KV എന്നാണ്. G കോൺസ്റ്റന്റ്, R കോൺസ്റ്റന്റ്, K കോൺസ്റ്റന്റ്, V കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് ഫുൾ പാരബോളിക് ആണ്. ഇത് ഇങ്ങോട്ടും പാരബോളിക് ആണ്, ഇങ്ങോട്ടും. ഇത് ഇവിടുന്ന് സ്ട്രൈറ്റ് ലൈൻ ആണ്. സാധാരണ നമ്മൾ പറഞ്ഞ ഈ സ്റ്റൈല് ഇതേ ഗ്രാഫാണ് തന്നത്. ഓക്കെ, ഇനി ഇതില് ആൻസർ വരിക ഇതാണ്. കാരണം ഔട്ട്സൈഡ് ദിസ് വിൽ ബി ദ ഗ്രാഫ്, inside the intensity will be a constant. കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് മാസിന്. അപ്പൊ മാസിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ R കട്ട് ചെയ്ത് പോകും. അപ്പോ ഇന്റൻസിറ്റി എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് വരും. സോ സെക്കൻഡ് വൺ റെപ്രസെന്റ് ദി കറക്റ്റ് ഗ്രാഫ്. ലോജിക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ഇനി അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ്. ഒന്ന് നിങ്ങളെ KVPY ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 2015. രണ്ടാമത്തെ JEE 2012 ചോദിച്ച ചോദ്യമാണ്. ആ രണ്ടും ഒരേ സ്റ്റൈലിലാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ നിന്ന്. ഓക്കെ, മൗണ്ട് 2015 മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ നിന്ന് ഒരു ബോൾ ലോഞ്ച് ചെയ്യാം. A ball is launched from the top of Mount Everest, which is at an elevation of 9,000 meter. 9 കിലോമീറ്റർ ഉയരത്തിലാണ് മൗണ്ട് എവറസ്റ്റ്. അതിന്റെ മുകളിൽ നിന്ന് ഒരു ബോൾ ലോഞ്ച് ചെയ്യും. The ball moves in a circular orbit around Earth. According to gravity near the Earth's surface is G. The magnitude of ball's acceleration in that orbit will be dash. Mount Everest in the മുകളിൽ നിന്ന് ഒരാൾ ബോൾ എടുത്തെറിയാണ്. ആ ബോള് സർക്കുലർ ട്രാക്കിൽ നീങ്ങും. അങ്ങനെയാണെങ്കിൽ ആ ബോൾ സർക്കുലേഷൻ ടൈമിലെ ആക്സിലറേഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ നിന്ന് ഒരു ബോൾ എടുത്തെറിയണോ, ആ ബോൾ സർക്കുലർ ട്രാക്കിൽ നീങ്ങാൻ. ഓക്കെ, അതിന്റെ ആക്സിലറേഷൻ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ. ആ ക്വസ്റ്റ്യന്റെ സ്പെഷ്യാലിറ്റി തിയറി മാത്രം ആലോചിച്ചാൽ മതി. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ വിത്ത് ഗ്രാവിറ്റി ആണെന്ന് ഉറപ്പല്ലേ? ദെൻ ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം, GME by R plus H whole square. ഇതിന്റെ ആൻസർ പറയണതിന്റെ മുന്നേ KVPY 2015 ചോദിച്ച ക്വസ്റ്റ്യനും കൂടെ പറയാം. The International Space Station is maintained at a height 330 kilometer and maximum height is 410 kilometer. An astronaut floating in the space station's cabin. Acceleration of astronaut observed from Earth is dash. International Space Station ഉണ്ടാക്കിയിരുന്നത് ഭൂമിയിൽ നിന്ന് 330 കിലോമീറ്റർ മുതൽക്ക് 410 കിലോമീറ്റർ വരെയാണ്. ഇതിന്റെ ഉള്ളിലാണ് സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഹായ്. സോ ഇവിടുന്ന് 330 കിലോമീറ്റർ മുതൽക്ക് 410 കിലോമീറ്റർ വരെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കേണ്ടത്. ഇതിന്റെ ഉള്ളില് ഒരു അസ്ട്രോനോട്ട് ഫ്ലോട്ട് ചെയ്ത് കളിക്കുകയാണ്. ഈ അസ്ട്രോനോട്ടിന്റെ ആക്സിലറേഷൻ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എത്ര ആയിരിക്കും എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. ഗുഡ് ഈവനിങ്.
മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ നിന്ന് ഒരു ബോൾ എറിയണോ, ആ ബോളിന്റെ ആക്സിലറേഷൻ എത്രയെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ രണ്ടിനും ഒറ്റ ആൻസർ ആണ്. ഭൂമിയുടെ റേഡിയസ് 6400 കിലോമീറ്റർ ആണ്. ഈ 6400 കിലോമീറ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 9 കിലോമീറ്റർ എങ്കിൽ 330 കിലോമീറ്റർ എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആണ്. സ്വാഭാവികമായിട്ടും അവരുടെ ആക്സിലറേഷൻ എന്തെന്നായിരിക്കും? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് KVPY ആണ് ഒന്നും കൂടി ഉഷാറായി ചോദിച്ചത്. ഒരേ ഓപ്ഷൻ 2 പ്രാവശ്യം തന്നു. നിയർലി G directed along the line of traveling of astronauts. Nearly G directing towards center, directing towards earth. Okay. JEE പിന്നെയും സ്മൂത്ത് ആയിട്ടാണ് തന്നത്. നിയർലി ഈക്വൽ ടു G എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, നിയർലി ഈക്വൽ ടു G 0, ക്ലോസ് ടു G/2 അങ്ങനെയാണ് JEE തന്നതെങ്കിൽ KVPY പറഞ്ഞ എങ്ങനെയാണ്? നിയർലി G ആക്ടിങ് along the line of the traveling of astronauts. രണ്ടാമത്തെ നിയർലി G direct towards earth. ലോജിക് സിമ്പിൾ ആണ്. G എപ്പോഴും എങ്ങോട്ട് ആക്ട് ചെയ്യാ? directing towards earth ആണ്. ഓക്കെ, directing towards earth ആണ്. സോ രണ്ട് കേസ് ആണ് അതിൽ പറഞ്ഞത്. ഒന്ന് ആയിരിക്കും സർക്കുലർ ട്രാക്ക്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിരുന്നത് 330 കിലോമീറ്റർ മുതൽക്ക് 410 കിലോമീറ്റർ ഹൈറ്റ് വരെയാണ്. ഇതിൻ്റെ ഉള്ള ആസ്ട്രോനോട്ട് ഫ്ലോട്ട് ചെയ്ത് കളിക്കുകയാണെങ്കിൽ അയാളുടെ ആക്സിലറേഷൻ എത്ര ആയിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടിന്റെ ലോജിക് സെയിം ആണ്. R+H ഇത് 6400 കിലോമീറ്റർ ആണ്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ 9 കിലോമീറ്റർ എന്ന് പറഞ്ഞത് വളരെ ചെറുതാണ്. ഓക്കെ, അതേപോലെ 330 കിലോമീറ്റർ എന്ന് പറഞ്ഞാലും വളരെ വളരെ ചെറുതാണ്. ഓക്കെ, ഇനി 2012 JEE ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞ് നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഗുഡ് ഈവനിങ്. ആ ക്വസ്റ്റ്യൻ ഇതാണ്: അസ്യൂമിംഗ് ദാറ്റ് എർത്ത് ടു ബി എ സ്ഫിയർ ഓഫ് യൂണിഫോം ഡെൻസിറ്റി, acceleration due to gravity inside earth at a distance r from the center is dash. Okay, earth is assumed to be a uniformly distributed sphere having uniform density. Then acceleration due to gravity inside the earth at a distance r from the center. Acceleration due to gravity inside the earth. Okay, from the center, r distance from the center. And the option തന്നത് proportional to r raised to -1, proportional to r raised to -2, then r square. വളരെ സിമ്പിൾ ആണ് ലോജിക്ക്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ ഓപ്ഷൻസ് തന്നുള്ളത്. ഇതിന്റെ ഐഡിയ നമുക്കറിയാലോ. ഡെൻസിറ്റി ഈസ് 3G/4πRG. ഈ r സ്മോൾ ആക്കിയ പ്രശ്നം തീരും. Then G എന്ന് പറഞ്ഞ എന്താ വരിക? 4πR0 divided by 3. So gravity is directly proportional to r. ഓക്കെ, 2012 നമ്മളുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ് ആ ക്വസ്റ്റ്യൻ. ഈസിയാണ്. എർത്ത് ഈസ് assumed to be a uniform sphere having uniform mass density. Acceleration due to gravity inside the earth is dash എന്നാണ് ക്വസ്റ്റ്യൻ. Acceleration due to gravity inside the earth എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻസൈഡ് ദ സ്ഫിയർ. നമുക്കറിയാം ഫീൽഡ് ഇൻസൈഡ് ദ സ്ഫിയർ. സോളിഡ് സ്ഫിയർ അല്ലേ എർത്ത് എന്ന് പറഞ്ഞ അതിന്റെ ഇക്വേഷൻ എങ്ങനല്ലേ? Gm/r³ r അല്ലേ? സോ ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു r. ആലോചിച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ. സോ ഗ്രാവിറ്റേഷന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. കുറച്ച് ക്വസ്റ്റ്യൻസ്, അതേമാതിരി കുറച്ച് തിയറി, ഇതായിരുന്നു ഇന്ന് നമ്മളെ ക്ലാസ്സിൽ ഉണ്ടായത്. ഇതേപോലെ ഒരു സെഷനും കൂടിയും അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ ഓർബിറ്റൽ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, കെപ്ലേഴ്സ് ലോ, ഈ 4 ഏരിയ വരുന്ന അതിലെ ക്വസ്റ്റ്യൻസുമായിട്ട് ഇതുപോലെ ഒരു സെഷനും കൂടിയും തരും. പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ അതിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ കൂടിയും തന്നാൽ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അവസാനിക്കും. Okay, so we can stop here. Thank you. Yeah.
Yeah, welcome.